നാംഡോക്ക് മായക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയും കളക്ഷൻസും ആണ് നമ്മുടെ കയ്യിൽ കായും പൂവും ഫ്ലവറും ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വിയറ്റ്നാമിന്റെ നമ്മളെ മൂസമ്പി ഇതാണ്ടോ നല്ല പഴുത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ് വിയറ്റ്നാമിന്റെ മൂസമ്പി. ഉറുമാമ്പഴമൊക്കെ നിറയെ കായോട് കൂടിയാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഈ ചെറിയ മരത്തിൽ തന്നെ കാഴ്ച നിൽക്കുന്നല്ലേ. നിറയെ കായോട് കൂടി ഉറുമാമ്പഴമൊക്കെ നമുക്ക് ഒരുപാട് കായോട് കൂടി ഉണ്ട്. ഇതിന്റെയൊക്കെ പ്ലാന്റ് ആകെ 100-150 റുപ്യ മുതൽ ചെറിയ തൈകൾ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം എത്ര പ്രായമാണ്? ഇതിപ്പോ ഏകദേശം ഒരു 2 കൊല്ലത്തിനടുത്ത് പ്രായമായിട്ടുണ്ടാവും. ഒരു 1.5 കൊല്ലം 2 കൊല്ലത്തിന് അടുത്ത് പ്രായമായിട്ടുണ്ടാവും. 2 കൊല്ലം മതി ഇങ്ങനെ കായ വരാൻ? 2 കൊല്ലം മതി. ഇത് ഗ്രാഫ്റ്റഡ് തൈയാണ്. ഗ്രാഫ്റ്റും ലെയറും ഒക്കെ പെട്ടെന്ന് നമുക്ക് കായ വരും. ചെറിയ തൈകൾ വളർത്തില്ലേ സ്റ്റോക്ക്? അതെ ഉണ്ട്. ചെറിയ തൈകൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മളെ കാർഷിക മേഖലയിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മളെ കാട്ടുവേപ്പ് എന്ന് പറയുന്നത്. കാട്ടുവേപ്പ് എന്ന് പറഞ്ഞാൽ മലവേപ്പാണ്. മലവേപ്പ് നമുക്ക് കൃഷിയായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേര് റബ്ബറൊക്കെ മുറിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തു വരുന്ന ഒരു ഐറ്റം ആണ് ഈ മലവേപ്പ് എന്ന് പറയുന്നത്. ഈ മലവേപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 7, 8, 9 കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് തടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. മാത്രമല്ല ഇത് വളരെ സിമ്പിളാണ്. വെറും ഈ വരുന്ന തൈക്കൊക്കെ, ഈ ഹെൽത്തി പ്ലാന്റ് ആയ ഇത്രയും നല്ല തൈക്കൊക്കെ ആകെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. വെറും 20 രൂപയ്ക്കാണ് ഈ തൈകളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. നല്ല ചെറിയ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.